നമസ്കാരം, ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യം മുഴുവൻ ഇപ്പോൾ ഫെബ്രുവരി 1-ാം തീയതിക്കായി കാത്തിരിക്കുകയാണ് 2026 കേന്ദ്ര ബജറ്റ്. സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് വെറും ഒരു സാമ്പത്തിക രേഖയല്ല, മറിച്ച് നമ്മുടെ പോക്കറ്റിൽ വലുതും മിച്ചമുണ്ടാകുമോ എന്നറിയാനുള്ള ആകാംക്ഷയാണ്. പ്രത്യേകിച്ച് ശമ്പളക്കാർ. വിലക്കയറ്റം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. 2014 നിശ്ചയിച്ച പല പരിധികളും 2026 മാറിയിട്ടില്ല എന്നതാണ് സത്യം. കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ചെലവുകൾ കഴിഞ്ഞ് സേവിങ്സിലേക്ക് മാറ്റാൻ പലർക്കും സാധിക്കുന്നുമില്ല. ഇത്തവണത്തെ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നമുക്കായി എന്തെങ്കിലും കരുതി വച്ചിട്ടുണ്ടാകുമോ? പ്രധാനമായും 3 കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യം തന്നെ 18C ശമ്പളക്കാരുടെ ഏറ്റവും വലിയ ആശ്രയം. ഇതിന്റെ പരിധി 1 ലക്ഷം രൂപയായി നിശ്ചയിച്ചത് 2014 നീണ്ട 12 വർഷം കഴിഞ്ഞു. ഇന്നും അതേ 1.5 ലക്ഷം തന്നെ. യഥാർത്ഥത്തിൽ പണപ്പെരുപ്പം കണക്കിലെടുത്താൽ അന്നത്തെ 1.5 ലക്ഷത്തിന് ഇന്ന് ഏകദേശം 2.5 ലക്ഷത്തോളം രൂപയുടെ മൂല്യമുണ്ടാകണം. ഇത്തവണ ഇത് 2.5 ലക്ഷമായി ഉയർത്തുമോ? തുറന്നു പറയാമല്ലോ, ഇതിൽ വലിയൊരു പ്രതീക്ഷ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സർക്കാരിന് ഇപ്പോൾ താല്പര്യമില്ലാത്ത ഒന്നാണ് പഴയ നികുതി രീതി അഥവാ ഓൾ ടാക്സ് റെജീം. 18C എന്നത് പഴയ സ്കീമിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു മാറ്റം വരുത്താൻ സർക്കാർ മടിച്ചേക്കാം. എങ്കിലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ഒരു 50,000 രൂപയെങ്കിലും കൂട്ടിയേക്കാമെന്നും കരുതുന്നവരുണ്ട്. രണ്ടാമത്തെ കാര്യം ഭവന വായ്പയാണ്. സ്വന്തമായ ഒരു വീട് എന്നത് മലയാളിയുടെ വലിയ സ്വപ്നമാണ്. പക്ഷെ 2026 വീടിന്റെയും സ്ഥലത്തിന്റെയും വില എവിടെ എത്തി നിൽക്കുന്നുവെന്നും നമുക്കറിയാം. ഇപ്പോൾ ഭവന വായ്പയുടെ പലിശയ്ക്ക് ലഭിക്കുന്ന ടാക്സ് ഇളവ് 2 ലക്ഷം രൂപയാണ്. ഇന്നത്തെ കാലത്ത് ഒരു 40 ലക്ഷം രൂപ ലോൺ എടുത്താൽ പോലും വർഷം 3-4 ലക്ഷം രൂപ പലിശയായി അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 ലക്ഷം എന്ന പരിധി തീരെ തികയുന്നില്ല. ഇത് 3 ലക്ഷമായോ 4 ലക്ഷമായോ ഉയർത്തണം എന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയുടെയും സാധാരണക്കാരുടെയും വലിയ ആവശ്യമാണ്. ഇത് സർക്കാർ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തേതും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതുമായ ഒരു മാറ്റം, അത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. സർക്കാരിന്റെ നോട്ടം മുഴുവൻ ഇപ്പോൾ ന്യൂ ടാക്സ് റെജീമിലാണ്, അഥവാ പുതിയ നികുതി ഘടനയിലാണ്. ആളുകളെ പുതിയ രീതിയിലേക്ക് ആകർഷിക്കാൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലിമിറ്റ് ഉയർത്താൻ സാധ്യതയുണ്ട്. നിലവിൽ ഇത് 75,000 രൂപയാണെങ്കിൽ അത് 1 ലക്ഷം രൂപയായി ഉയർത്തിയേക്കാം. ഇത് ശരിക്കും ഗുണകരമാണ്. കാരണം ബില്ലുകളോ രേഖകളോ ഒന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് 1 ലക്ഷം രൂപ കുറച്ച് കിട്ടും. അതുപോലെ തന്നെ ന്യൂ ടാക്സ് റെജീമിൽ ടാക്സ് ഒന്നും കൊടുക്കേണ്ടാത്ത വരുമാന പരിധി നിലവിലുള്ള 7 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷമായി ഉയർത്താനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 18Cയിൽ വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ന്യൂ ടാക്സ് റെജീമിലും ഭവന വായ്പയുടെ കാര്യത്തിലും ചില നല്ല വാർത്തകൾ വന്നേക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബജറ്റ് വരുന്നത് വരെ തിരക്ക് പിടിച്ച് ടാക്സ് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. ഫെബ്രുവരി 1 പുതിയ പ്രഖ്യാപനങ്ങൾ വന്ന ശേഷം മാത്രം തീരുമാനമെടുക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിൽ ഏത് മാറ്റമാണ് നമുക്ക് അത്യാവശ്യമായി വേണ്ടത്? 18C ലിമിറ്റ് ഉയർത്തുന്നതാണോ അതോ നമ്മുടെ ടാക്സ് സ്ലാബ് മാറ്റുന്നതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ബിസിനസ് ഫിനാൻസ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിക്കുക.